Good morning, students. Adutha university question aanu. Solve the initial value problem y double dash plus y is equal to 0. y0 is equal to 3, y dash 0 is equal to minus 0.5. ഇത് മെയ് 2022 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. എ ഓക്സിലറി ഇക്വേഷൻ ഷോർട്ട് ആയിട്ട് പറയുന്ന പേരാണ് എ ഓക്സിലറി ഇക്വേഷൻ. y double dash സ്ഥാനത്ത് എന്ത് വരണം? m സ്ക്വയർ. y ആണെങ്കിൽ 1, m square plus 1 is equal to 0. അപ്പോൾ m square is equal to minus 1, m is equal to plus or minus i. Our roots are in the form of alpha plus or minus I beta. But alpha യുടെ സ്ഥാനത്ത് എന്താണ്? ആൽഫയുടെ സ്ഥാനത്ത് 0യും ബീറ്റയുടെ സ്ഥാനത്ത് എന്താണ്? 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ y എഴുതാനുള്ള ഫോർമുല എന്താണ്? e raised to alpha x ബ്രാക്കറ്റിലെ c1 cos beta x plus c2 sin beta x. ഇവിടെ നമുക്ക് സൊല്യൂഷൻ എഴുതാം. y is equal to e raised to 0x c1 cos x plus c2 sin x. എന്ന് പറഞ്ഞാൽ y is equal to c1 cos x plus c2 sin x. അപ്പൊ നമ്മുടെ y in terms of c1 c2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ c1ന്റെയും c2ന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കാൻ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? y0 is equal to 3. y0 is equal to 3 ആവുമ്പോ നമുക്ക് 3 is equal to ഈ ഇക്വേഷനിൽ x ന് 0 കൊടുക്കാം. x ന് 0 കൊടുത്താൽ c1, നമ്മുടെ c1 ന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. രണ്ടാമത്തെ കേസ് എന്താണ്? 0, c2 into sin 0. therefore c1 is equal to 3. ഫസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ വാല്യൂ നമുക്ക് കിട്ടണം. രണ്ടാമത്തെ വാല്യൂ എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y dash is equal to c1 into minus sin x plus c2 into cos x. y dash 0 എന്ന് പറയുന്നത് എന്താണ്? minus 0.5 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ രണ്ടാമത്തെ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ ഇക്വേഷനിൽ x ന് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് 0 ആയി പ്ലസ് c2 into 1. അപ്പൊ c2 ന്റെ വാല്യൂ എത്രയാ? minus 0.5. അപ്പൊ c2 ന്റെ വാല്യൂ കിട്ടി, c1 ന്റെ വാല്യൂ കിട്ടി. therefore y എന്ന് പറയുന്നത് എന്താണ്? y എന്ന് പറയുന്നത് 3 cos x then minus 0.5. ഇതാണ് നമ്മുടെ y എന്നുള്ളതിന്റെ ആൻസർ. 3 cos x minus 0.5 sin x എന്നാണ് നമുക്ക് ഇതിന് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ ചെയ്ത് എന്താണ്? തന്നിരിക്കുന്ന ഓർഡറി ഡിഫറൻഷിയേഷൻ സോൾവ് ചെയ്യാനായിട്ട് ആ ഓർഡറി ഡിഫറൻഷിയേഷനിൽ നിന്നും അതിന്റെ ആക്സിലറി ഇക്വേഷൻ എഴുതി. ആക്സിലറി ഇക്വേഷൻ എന്ത് കിട്ടി? m square plus 1 is equal to 0 എന്ന് കിട്ടി. അതിനെ നമ്മൾ സോൾവ് ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ m ന്റെ വാല്യൂ എത്ര കിട്ടി? പ്ലസ് ഓർ മൈനസ് i കിട്ടി. പ്ലസ് ഓർ മൈനസ് i. അപ്പൊ ഈ റൂട്ട്സ് ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ ഫോം ആണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ ഫോം ആണെങ്കിൽ ആൽഫയുടെ സ്ഥാനത്ത് എന്താണ്? 0, ബീറ്റയുടെ സ്ഥാനത്ത് എന്താണ്? 1. therefore we can write the solution as y is equal to e raised to 0x into c1 cos x plus c2 sin x. e raised to 0x എന്ന് പറഞ്ഞാൽ 1 ആണ്. therefore y equal to c1 cos x plus c2 sin x. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? c1 ഉം c2 ഉം കണ്ടുപിടിക്കണം. ഈ c1 c2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. ആദ്യം y0 is equal to 3. ആ കിട്ടിയ ആൻസർ ഈ ഇക്വേഷനിലെ x ന് 0 കൊടുക്കുമ്പോൾ c1 ന്റെ വാല്യൂ 3 എന്ന് കിട്ടി. അതിനുശേഷം ആ കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം x ന് 0 കൊടുത്തു. അപ്പോൾ c2 ന്റെ വാല്യൂ എത്ര കിട്ടി? minus 0.5 കിട്ടി. therefore the final solution will be y is equal to 3 cos x minus 0.5 sin x. ഇത് മെയ് 2022 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.